ഓരോ പ്രാവശ്യം പൈസ കൊടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിയുമ്പോഴേക്കും ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലാണ്ട് കേട്ടോ. എന്തൊരു കഷ്ടപ്പാടുന്നു. എത്ര ദിവസമായി ജിമ്മിൽ പോയിട്ട്? എങ്ങനെ ചുമ്മാ ഇങ്ങനെ കിടക്കുക. ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ 4 ദിവസം ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഓരോരുത്തരും 5 ദിവസവും 6 ദിവസവും ഒക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട്. എണീക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഉണർത്തി ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാവം ചെയ്തിട്ടാണോ ഇങ്ങനെ. എത്ര ദിവസമായി ജിമ്മിൽ പോയിട്ട്? പോയി ഞാൻ പട്ടാളക്കാരുടെ കൊടുത്ത് ജീവിക്കാൻ ഇത്രയും കഷ്ടപ്പാടുണ്ടാവും. അല്ല 4-5 ദിവസമായിട്ട് പോയിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ പരിപാടിയൊന്നും ഇല്ലല്ലോ. ഇത്ര നേരം ഉറങ്ങിയില്ല. ഇന്നലെ നേരത്തെ കിടക്കണം ഉറങ്ങിയല്ലോ ഇന്നലെ. ആര് പറഞ്ഞു? ഞങ്ങൾ ഇന്നലെ സിനിമ കണ്ടിട്ടാണ്. അത് മാത്രമല്ല, വീക്കെൻഡ് മാത്രമാണ് സിനിമ കാണാവുള്ളൂ പറഞ്ഞിട്ട് അതെല്ലാം തെറ്റിച്ചിട്ടല്ലേ ചെയ്യുന്നത്. വീക്കെൻഡ് ജോലിയുള്ളവർക്ക് വീക്ക് ഡേയ്സിൽ വീക്കെൻഡ് പോലെയൊക്കെ ആവും ഇടയ്ക്ക്. അത് പിള്ളേർക്ക് ഇന്ന് സ്കൂളുള്ളതല്ലായിരുന്നു. പിള്ളേരുടെ സ്കൂളിനെ കുറിച്ചൊക്കെ നല്ല ബോധമുണ്ട്. അവരുടെ ഹോംവർക്ക് കഴിഞ്ഞിട്ടായിരുന്നേ. ഇറങ്ങ സമയമായി. പിള്ളേർ ഇപ്പൊ സ്കൂളിൽ ഇറങ്ങുമ്പോൾ ഞാൻ കൊച്ചിനെ കൊണ്ട് വിട്ടിട്ടുണ്ട്. വാ. പിന്നെ പിള്ളേർ ഇറങ്ങുമല്ലേ. അതായത് ജിമ്മിൽ പോയി കഴിഞ്ഞാൽ രാവിലത്തെ പഴുതില്ലേ കിടക്കണമെന്നേ. വന്നിട്ട് കിടക്കച്ചു. ഇങ്ങനെ കിടന്നു കഴിഞ്ഞ ദിവസം കൊച്ചു പോയി കഴിയുമ്പോ കിട്ടുന്ന ഒരു ഇച്ചിരി സമയമാണ് ഞാൻ കിടക്കുന്നത്. അതിന് എന്തിനാ ഇങ്ങനെ കിടന്ന് എല്ലാ ദിവസവും ഇല്ലല്ലോ. ജിമ്മിൽ കറക്റ്റ് സമയത്ത് പോയിട്ട് വന്നിട്ട് കിടക്കുക. എല്ലാ ദിവസവും ഇങ്ങനെ കിടക്കുമല്ലോ. കുറച്ചു നേരം കഴിഞ്ഞാൽ വേറെ തടസ്സങ്ങളായിരിക്കും. ആയിക്കോട്ടെ. എനിക്ക് മടിയെന്ന് പറഞ്ഞാല് വർക്ക്ഔട്ട് ഫ്രം ഹോം ആണെന്ന് കൊറേ ദിവസമായിട്ട് വർക്ക് തോൽവി എന്ന് പറയാനുണ്ടല്ലോ. ഞാൻ പോവാ. രാവിലെ ഒന്ന് ജിമ്മിൽ കൊണ്ടുപോകണമെങ്കിലുള്ള എൻ്റെ പാടെന്ന് പറയുന്നത് നിസ്സാര പാടല്ല. വണ്ടിക്ക് കൈയും കാലും വെച്ച് കഴിഞ്ഞാണ്ടല്ലോ. ഇറങ്ങാവോ? എവിടെ നിങ്ങൾ ഫ്രീ കിട്ടിയ ഇതാണോ സോമിയുടെ? എഴുന്നേറ്റത്? ഓർക്കുന്നില്ല. 10 വർഷം മുന്നേ ഉണ്ടായിരുന്ന. അത് 10 വർഷമൊക്കെ ഉള്ളത് എനിക്കിപ്പോ പാവമെന്ന് കാണിക്കാൻ വേണ്ടി വന്നിട്ടാണോ? 10 വർഷം മുമ്പ് എന്റെ വെയിറ്റ് എത്രയായിരുന്നു? എനിക്കെപ്പോഴും ഓവർ വെയിറ്റ് എന്റെ 73 ആയിരുന്നു. ഓവർ വെയിറ്റ്. നോർമൽ വെയിറ്റ് 58 അങ്ങനെയായിരുന്നു. ശ്വാസം മുട്ടുന്ന കാര്യമില്ല. ഞാൻ കല്യാണം കഴിച്ച സമയം എത്രയായിരുന്നു? നമ്മൾ കല്യാണം കഴിച്ച സമയം എത്രയായിരുന്നു വെയിറ്റ്? 54. 58 ഇല്ലല്ലോ. അല്ല 53 54 ആയിരുന്നു. നമ്മൾ തമ്മിൽ എപ്പോഴും 10 കിലോ വ്യത്യാസമായിരുന്നുണ്ടായിരുന്നേ. അതായത് ഞാൻ കല്യാണം കഴിക്കുന്ന സമയത്ത് 73 കിലോ ആയിരുന്നു. അപ്പൊ ചുക്ക് 63 കിലോ. നമ്മൾ 10 കിലോ. 63 കിലോയൊന്നും അല്ല. ഞാൻ 60 ആയത് ഇവിടെ വന്നിട്ടാ. ഫിൻലൻഡ് വന്നതിന് ശേഷം ഞാൻ 60 മേളിലോട്ടായത്. 58 വരെയാണ് നാട്ടിലെ കല്യാണത്തിന്റെ ആ ഒരു സമയത്തൊക്കെ എനിക്ക് മാക്സിമം പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് 62 ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡെലിവറിയുടെ മാളുവിനും പ്രഗ്നന്റ് ആയ സമയത്താണ് 87 കയറിയത്. ഏതോ ഒരു പ്രാവശ്യം 90 അടിച്ചില്ലായിരുന്നോ? 90 അടിച്ചില്ല, 87 വരെ. അത് പ്രഗ്നൻസിയുടെ 9ാം മാസം. പക്ഷെ കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് കൊച്ചുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ 80 ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പയ്യെ ഗ്രാജുവലി കുറഞ്ഞ് 77 78 അങ്ങനെ ആ റേഞ്ചിലായിരുന്നു. ജോണിക്കുട്ടി ഉണ്ടായിട്ട് എത്ര കിലോ വെയിറ്റ് ചെയ്ത് കുറഞ്ഞായിരുന്നു? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയ്ക്ക് പോകുമ്പോഴല്ലായിരുന്നു ഏറ്റവും കുറഞ്ഞത്. എത്രയായിരുന്നു? അല്ലെന്നേ, അത് അതിന് ശേഷം പിന്നെ എനിക്ക് താഴെ വന്നിട്ടില്ല. മാളുവിന്റെ ചക്കിയുടെ സമയത്ത് മാത്രമാണ് തിരിച്ച് 58 എത്തിയുള്ളൂ. ചക്കീനെ പ്രഗ്നന്റ് ആണ സമയത്ത് 58 ആയിരുന്നു. അത് ഛർദിയും പരിപാടികളെ ഡെലിവറി ആകുന്നതിന് മുമ്പ് 58 ആയി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ചക്കിനിതാണ്. അപ്പൊ പിന്നെ അടിച്ചു കയറി 78 വരെ എത്തി. പിന്നെ കുറഞ്ഞിട്ടില്ല. പിന്നെ കുറഞ്ഞേക്കുന്നത് 60 കുറഞ്ഞു കേട്ടോ. 68 64 ജോണിക്കുട്ടീനെ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പായിട്ട് ജോണിക്കുട്ടീനെ പ്രഗ്നന്റ് ആകുന്നതിന് മുമ്പും 68 ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓർക്കുന്നില്ല. അതായത് നമുക്ക് എന്താണേലും ഭയങ്കരമായിട്ടും ബോഡിയിൽ ഇങ്ങനെ ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് കുറച്ച് പിള്ളേര് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എക്കിലെടുക്കുമെന്നേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരുന്നതായിരിക്കും. അന്നേരപ്പം നമ്മൾ തീരുമാനിച്ചാണ് പിള്ളേരന്നേ അടുത്തടുത്ത് ആവുമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാലോ എന്ന് വിചാരിച്ച് പിന്നെ അങ്ങ് വിചാരം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങ്
എക്സിക്യൂട്ടീവ് ആകുന്നതിന് മുമ്പ് പിന്നെ എങ്ങനെയോ കുറഞ്ഞൊരു 64 കിലോ എത്തിയായിരുന്നു. 64 കിലോയിൽ ഞാൻ അങ്ങനെ പിന്നെ അങ്ങ് വന്നേനെ. പക്ഷെ അന്നേരമാണ് പിന്നെ വിശേഷമായിട്ട് അതെയല്ലേ ഇപ്പൊ കിടന്ന് 1.5 വയസ്സ് കൊച്ചുണ്ടായിട്ട് 1.5 വയസ്സ് എന്നിട്ട് ഇച്ഛ വരപ്പിക്കണ കാണാൻ പറഞ്ഞേ. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് സ്ലിം ആയെന്ന് കൂട്ടിക്കോ. അന്നേരം പറയും ഇതെല്ലാം എന്റെ അധ്വാനമാണ്, ഇതിന്റെ പിന്നിൽ ആരുടെയും കഷ്ടപ്പാടില്ല എന്ന് പറയത്തില്ലേ. അതിനാണല്ലോ ഇപ്പൊ വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് അല്ലേ? പക്ഷെ അങ്ങനെ നല്ല പ്രതീക്ഷയുണ്ടോ? എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം പോസിബിൾ ആയ കാര്യമല്ലേ. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലുണ്ടല്ലോ നല്ല ആത്മവിശ്വാസം ഉണ്ടാവണം. നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ നിരന്തരം പ്രയത്നിച്ച് കഴിഞ്ഞാൽ കിട്ടാത്ത കാര്യങ്ങളൊന്നുമില്ല. ചക്കിക്ക് 8:45 മോനെ. അപ്പൊ ചക്കി പോക്കോ മാളു ഓനോ 9 മണിക്കല്ലേ? ഇല്ല സൈക്കിളിൽ പോകും. നല്ല വെതറിയുന്ന ഒട്ടും തണുപ്പൊന്നുമില്ല. ഓക്കെ, മാളു ഇടയ്ക്ക് ചോദിക്കും കൊണ്ടുവിടാമെന്ന്. പക്ഷെ ചില ദിവസങ്ങളിൽ കൊണ്ടുവിടാറുണ്ട്, മഴയുള്ള ദിവസങ്ങളിൽ. പക്ഷെ ഇന്ന് മാളു സൈക്കിളിൽ പോകും കേട്ടോ. പപ്പയും അമ്മയും ജിമ്മിൽ പോയിട്ട് വരാം കേട്ടോ. ജോണിക്കുട്ടി രാവിലെ 8 മണിക്കായിരുന്നു. ജോണിക്കുട്ടി രാവിലെ പോയി. രാവിലെ ജിമ്മിലേക്ക് ഒന്ന് പോകും. ഒന്നും കഴിച്ചതുമില്ല. ചിക്കു ചൂടുവെള്ളം കുടിച്ചോ? ഇപ്പൊ ഫുഡിന്റെ കാര്യം ഫുഡിന്റെ കാര്യത്തിൽ ഈ 2 ദിവസമായിട്ട് ഭയങ്കര കറക്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ടല്ലോ ചെയ്യുന്നത്. സാലഡിന്റെ ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം നമ്മൾ പക്കയായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. തീരണ അനുസരിച്ച് നമ്മൾ മേടിച്ച് നമ്മളെ സംബന്ധിച്ച് സാലഡൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുമ്പോൾ നമുക്ക് ഈസിയാണ്, പ്രത്യേകിച്ച് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും എല്ലാത്തിനും. അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഉരുട്ടി തള്ളി പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഇങ്ങനത്തെ അന്നേരം ഒരു സുഖമില്ല. ജോബിൻ കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കോഫി കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കോഫി കുടിക്കും. ചിക്കു ഒരു ചൂടുവെള്ളം എല്ലാം എടുത്ത് കുടിച്ചോണം. അങ്ങനെയുള്ള പ്രോമിസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് ABC പോയിട്ട് ജസ്റ്റ് കേട്ടാ പ്രലോഭനങ്ങളിൽ വീഴരുത്. എനിക്ക് ഇല്ല. അതായത് എനിക്ക് മധുരത്തിന്റെ ഫുൾ ഇത് മാറി കിട്ടി, ഒരു പ്രശ്നമില്ല. ഇപ്പൊ അങ്ങനെ കഴിക്കണമെന്ന് അങ്ങനെയില്ല. എത്ര ദിവസമായി? 20ാമത്തെ ദിവസമാണ്. ഇന്നലെ ഇന്നലെ എനിക്ക് ഡബിൾ ഡ്യൂട്ടി ആയിരുന്നു. ചിക്കുവിന് മോർണിംഗ് ആയിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയ തിരക്കായിരുന്നല്ലോ. കഴിഞ്ഞ് ചിക്കു വീഡിയോ എടുത്തായിരുന്നില്ല. മടിയല്ല, എനിക്ക് ഈ മടി എന്നുള്ള വാക്ക് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരും. മടി എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം ഒരു ക്ഷീണം ഏറ്റവും സ്റ്റുപ്പിഡിറ്റിയാണ്. ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തിട്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു ദിവസം ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പോഴേക്കും അതിന് മടിയെന്ന് ഇട്ട് പേരിട്ട് വിളിക്കുന്നത് ഏറ്റവും സ്റ്റുപ്പിഡ്. എനിക്ക് അങ്ങനെ പറയാം. ഞാൻ പറയാം, എത്ര ക്ഷീണമാണെങ്കിലും പിറ്റേ ദിവസം എന്റെ കടമകൾ ചെയ്തില്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ പെൻഡിങ് വരുത്തില്ല. ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്നെ തന്നെ പറയുന്നത് മടിയെന്ന് പറയും കേട്ടോ. എനിവേ ഇറ്റ്സ് ഓക്കെ. ഈ ജേണി തുടങ്ങിയപ്പോൾ എന്റെ ഉത്തരവാദിത്വം പോലെയാണ്. അത് എനിക്ക് അങ്ങനെയല്ല, ആ ഉത്തരവാദിത്വം സ്വന്തമായിട്ട് ഏറ്റെടുക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് പറയട്ടെ. പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ന്യായം പറയുവാണെങ്കിൽ പലത് ന്യായമുണ്ട്. പക്ഷെ ചിന്തിച്ചു കഴിയുമ്പോൾ ആണിന്റെ മനസ്സും ആണിന്റെ ചിന്തയും പോലെയല്ല പെണ്ണുങ്ങളുടെ. പ്രത്യേകിച്ച് അമ്മമാരായി കഴിയുമ്പോഴേക്കും പെട്ടെന്നായിരിക്കും മൂഡ് സ്വിങ്സ് വരാം, എനർജിയിൽ വ്യത്യാസങ്ങൾ വരാം. അത് കുറച്ചൊന്ന് അക്സെപ്റ്റ് ചെയ്യണം. അല്ലാണ്ട് ഒരാള് പീക്ക് ലെവലിൽ ഇരിക്കണം, മറ്റേ ആൾ ഇച്ചിരി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ടിരിക്കുമ്പോഴേക്കും അതങ്ങനെ ശരിയല്ലല്ലോ. ഞാൻ പറയുന്നതല്ല, എനിക്കറിയാം. പക്ഷെ എങ്കിലും ഇതൊക്കെ ഇല്ലേ, അതാണ് ആണുങ്ങൾക്കുള്ളപ്പം അത് ഭയങ്കര സംഭവം. ആ സമയത്ത് വീഡിയോ പോലും എടുക്കില്ലേ? ഉണ്ടോ ഇങ്ങനെ മൂഡ് മാറിയിരിക്കുന്നത് സമയത്ത് വീഡിയോ എടുത്തിടുവോ? നാട്ടുകാരെ തെറിയിപ്പിക്കാൻ എന്നെ എല്ലാം എടുത്തിടും. അതായത് എനിക്ക് ഇച്ചിരി കുറച്ച് വണ്ണം കുറയുമ്പോഴേക്ക് ജിക്കുവാണെങ്കിലാണെങ്കിൽ കലിപ്പാടെ കുറേത് ഇഷ്ടമല്ലേ. ഇതിന്റെ പേര് വേറെയാ കേട്ടോ. എനിക്ക് അങ്ങനെയല്ല. എനിക്കിപ്പോ അങ്ങനെയല്ലല്ലോ. ഞാൻ എന്റെ കാര്യത്തിലല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് വേറെ ഇതൊന്നുമില്ല. എക്കള് വരുവാന്ന് എനിക്ക് വെള്ളം കുടിക്കണോ കണ്ടോ? ഒരു എക്കളെടുക്കാൻ പോലും എനിക്ക് സ്വാതന്ത്ര്യമില്ല. അങ്ങനെ ഒരു കോഫിയൊക്കെ കുടിച്ച് ആര് കുടിച്ചു? കടയിൽ കയറിയപ്പോ തൊട്ട് എന്നോട് പറഞ്ഞു പച്ചവെള്ളം എടുത്താൽ മതി എന്ന്. എന്നിട്ട് എനിക്ക് പച്ചവെള്ളം 9:04 അന്നേ നേരത്തെ ജിം ചെയ്തിട്ട് ആയിരുന്നു വന്നേന്നുണ്ടായിരുന്നെങ്കിൽ സമയവും ലാഭിക്കായിരുന്നു, എനർജി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ജിം ചെയ്യുന്നു. യൂറോപ്പിലെ ഏറ്റവും വലിയ മൗണ്ടൻ കീഴടക്കാനുള്ള
അന്യായ ശ്രമത്തിലാട്ടോ. പക്ഷെ ഇതന്നെ ചെയ് കാല് തവള പിടിച്ചേക്കുന്ന പോലെ പിടിച്ചേക്കുന്നത്. ഇപ്പം ഇച്ചിരി സ്ട്രൈറ്റാ. അന്യായ പ്രാക്ടീസാണ്. കൊടുമുടി ഇന്ന് തന്നെ കീഴടക്കും എന്നുള്ള മട്ട. അതിന് ഈ കാലങ്ങനെ വളഞ്ഞ് തവള പിടിച്ച് തൂങ്ങിക്കിടക്കും. സപ്പോർട്ട് ചെയ്യാം. ജിമ്മ് കഴിഞ്ഞു കുളിച്ച് കുറച്ച് നേരം. കുളിക്കുന്നതിന് മുമ്പായിട്ടേ വീട്ടില് ഞാൻ പുല്ലുവെട്ടാറുണ്ട്. പുല്ലുവെട്ടാം പണികളൊക്കെ തീർത്തിട്ട് ചെയ്യായിരിക്കും ബെസ്റ്റ്. മഴയല്ലേ, മഴക്കാറാണല്ലോ. നോക്കി നല്ല അത്യാവശ്യം നല്ല മഴക്കാറാ. നല്ല സുഖമുള്ള വേദന. ജാക്കറ്റ് ഇടാണ്ടിരിക്കുകയാണെങ്കിൽ ചെറിയൊരു തണുപ്പ്. എക്സസൈസ് ചെയ്താൽ നല്ല 100-100 ചാർജ് ആയിട്ട് നിൽക്കുന്നേ. ഞാൻ കേട്ടേക്കുന്നത് ഇങ്ങനെ ലേഡീസിനാണ് ഇതുപോലെ ഫ്ലക്ച്വേഷൻസ് വരുന്നതെന്ന്. ഇതെന്നെ കാണുമ്പോ ഞാന് അങ്ങ് മാനിയ മറ്റേ അങ്ങ് പീക്ക് ലെവലിലായ മട്ടാണല്ലോ. എപ്പോഴും അല്ല എന്റെ പൊന്നു മോനെ, വല്ലപ്പോഴും എങ്ങനെയൊക്കെ കാണാറുള്ളൂ. ഇത് എന്നത് ഒരു ബാലൻസ് ചെയ്ത് പോവാണെങ്കിൽ നമ്മൾ എക്സോസ്റ്റഡ് ആവത്തില്ല, അല്ലെങ്കിൽ നമ്മൾ മടുത്തു പോകില്ല. ഇതുപോലെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. രാവിലെ തൊട്ടായ എനർജി കൈവിട്ട് പോയാൽ മടി പിടിച്ചു പോയാൽ അത് ദിവസം പോകാം. ഇനി എന്നിട്ട് പുല്ല് വെട്ടണം. ആ ഗാർഡന്റെ ആ സൈഡിലുള്ളതെല്ലാം വാരി കളയണം. അത് വാരി കളയാം. ഞാനത് വാരി കളയാം. പുല്ലും വെട്ടാം. എന്നിട്ട് ഈ ചുക്കു കിച്ചണില് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാം. ആക്ച്വലി ഇതൊക്കെ കൂളായിട്ട് ചെയ്യാം. പക്ഷെ ഇത്രയും ഹൈപ്പ് കൊടുത്ത് പറയുമ്പോ പേടിയാവും മനുഷ്യര്. അല്ലാന്നേ, പിള്ളേര് വരുമ്പോ ഈ പരിപാടികളൊക്കെ തീർത്തിട്ടിരുന്നാൽ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. പിള്ളേര് വന്നു കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യാം. എവിടെ പിള്ളേര് വന്നു കഴിയുമ്പോ അടുത്തത് കൊണ്ടുവരും. അന്നേരം അത് ചെയ്യണം. 5 മിനിറ്റ് ചുമ്പിരിക്കില്ല. ഇതുണ്ട് എന്നെ പ്രശ്നം പറയട്ടെ, ഇങ്ങനെ 100 നിൽക്കും. ഒരു 2 സെക്കൻഡ് സോഫ ഇരുന്ന കൂർക്കം വലിച്ചുറങ്ങും. അതാണ് എനിക്കത് ഇഷ്ടമല്ല അങ്ങനെ ഇരിക്കാൻ. അങ്ങനെയല്ല, നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുവാന്നുണ്ടെങ്കിൽ നമുക്ക് 5 മിനിറ്റ് സമാധാനമായിട്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള ടൈം കിട്ടില്ലേ. ഒന്നെങ്കിൽ അങ്ങേന്റെ ഹൈപ്പർ അല്ലെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു നോർമൽ ലെവൽ കിട്ടണമെങ്കിൽ കാത്തിരിക്കണം. മറ്റേ വേഴാമ്പലും മഴ പെയ്യാൻ കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെ. കോമഡിക്കൊന്നും പോകണ്ട നമ്മുടെ കാര്യം. നമ്മൾ നമ്മുടെ വീഡിയോയ്ക്ക് കാണുന്ന കമൻസ് എല്ലാം കണ്ടിട്ട് നമ്മളതിന് റിപ്ലൈ ടൈപ്പ് ചെയ്ത് വിടാമെന്ന്. എല്ലാത്തിനും നമുക്ക് ടൈം എപ്പോഴും കിട്ടാറില്ല കേട്ടോ. കാരണം വീഡിയോ തന്നെ എത്തിക്കുന്നത് കഷ്ടപ്പെട്ടിട്ടാണ്, സമയമില്ലാഞ്ഞിട്ട് അല്ലേ. പക്ഷെ എന്നാലും പരമാവധി നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പം അതിൻ്റെ പക്ഷെ ചില കമൻസ് നമുക്ക് വീഡിയോയിൽ അതിൻ്റെ ആൻസർ പറയണം. കാരണം അത് ആ ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, കാണുന്ന കുറേ പേർ കൂടെ അത് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ചിലതൊക്കെ വീഡിയോയിലൂടെ പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളൊരു കാര്യമാണ്. ബേബീനെ നമ്മൾ ഡേ കെയറിൽ വിടുമ്പം അതിന് പാല് കൊടുക്കുന്നത്, കൊച്ചുങ്ങൾക്ക് അവിടെ ഫ്ലൂയിഡ് എത്രത്തോളം കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം എസ്കോട്ടൻ ഇപ്പോഴും ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ആ ഒരു കൺസേൺ മനസ്സിലാവും. നമുക്കത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും ബേബിയോടുള്ള ഒരു കൺസേൺ കൊണ്ട് എഴുതിയേക്കുന്നതാണെന്നുള്ളത്. അത് നമ്മൾ പൂർണ്ണമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ കൂടി നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ നല്ല ചൂടുള്ള ഒരു ഹോട്ട് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി വാട്ടർ ഇൻടേക്ക് ബേബീസിൻ്റെയും വലിയവർക്കും എല്ലാവർക്കും കുറച്ച് കൂടുതൽ വേണം. പക്ഷേ തണുപ്പുള്ളിടത്തെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എസ്കുട്ടൻ്റെ പ്രായമുള്ളവർക്കൊക്കെ ഒരു 1/2 ലിറ്റർ തൊട്ട് 3/4 ലിറ്റർ വരെ വെള്ളം മതി. പക്ഷെ ഇവിടെ എങ്ങനെ ഡേ കെയറിലോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫുഡിൻ്റെ കൂട്ടത്തിലാണ് മിൽക്കാണ് അവർ കുടിക്കാൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ജ്യൂസ്, അതെല്ലാം ഫുഡിൻ്റെ കൂടെ അവർ കൊടുക്കുന്നത്. പിന്നെ അതല്ലാണ്ട് എക്സ്ട്രാ അതിനിടയിൽ പിന്നെ അങ്ങനെ ആവശ്യം വരുന്നില്ല. കാരണം മീൽ ടൈം എല്ലാം ഇവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ട് അതിനിടയിൽ ഈവൻ കുട്ടികൾക്കാണെങ്കിലും അങ്ങനെ ദാഹിക്കുകയില്ല. അതായത് എസ്കുട്ടി രാവിലെ 6:30 പോയി കഴിഞ്ഞാൽ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കൊടുത്ത് പാലുണ്ട്. അതിനുശേഷം പിന്നെ അടുത്തെന്ന് വെച്ചാൽ 10:30 ലഞ്ച്, ആ സമയത്തുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവർ ഉറങ്ങുന്നു, കളി, പിന്നെ അതിന്റെ കൂടെ ഇതുണ്ട്, ജ്യൂസ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 മണിക്ക് ഒന്നും കൂടെ ഉണ്ട്. അപ്പൊ അത്രയും മീല് കഴിയണം. അതിന്റെ കൂട്ടത്തിൽ പിള്ളേര് കുടിക്കുന്നുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടാണ് അവര് വരുന്നത്. അപ്പം പിന്നെ വീട്ടിലുള്ളപ്പോഴും നമ്മൾ അവന് ആവശ്യത്തിന് വെള്ളം കൊടുക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്ക് എപ്പോഴും കുറേ വെള്ളം മാത്രമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന് കഴിയുമ്പോഴേക്കും അവരുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ ഇലക്ട്രോലൈറ്റ്സ് സംഭവങ്ങളൊക്കെ വാഷ് ഔട്ടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കൊടുക്കുമ്പം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് അങ്ങനെ ഫുഡിന്റെ കൂടി കൊടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ജസ്റ്റ് കുറേ ടൂ മച്ച് വാട്ടർ നമ്മൾ വലിയവരെടുത്താലും നല്ലതല്ല, പലതായിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം നാരങ്ങ വെള്ളം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ മാറ്റി എടുക്കണം എന്നാണല്ലോ എല്ലാവരും പറയുന്നത്. ഇപ്പം ഇവൻ നമ്മൾ ഛർദി വയറിളക്കമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ കുറേ വെള്ളം കൂടെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ഷോക്ക് അടിച്ചെന്ന് ചോദിച്ചാൽ മതി. കാരണം നമ്മുടെ ബോഡിയിൽ വേണ്ട സാധനങ്ങളെല്ലാം കഴുകി വാഷ് ഔട്ടായി പോകും.
പിന്നെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാല് കൊടുക്കുന്നവരും അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എസക്കുട്ടി കുഞ്ഞ് ബേബിയാണ്, അവന് കറക്റ്റ് ഫുഡും സംഭവം കൊടുക്കേണ്ട. അതുപോലെ തന്നെ നമ്മളും ഡ്യൂട്ടി കഴിഞ്ഞ് ഒരുപക്ഷെ നല്ല ഹൈജീനിക് ആയിരിക്കില്ലായിരിക്കും ആ സമയത്ത് എടുത്ത് ഡയറക്റ്റ് വന്നതേ നേരെ പാലെടുത്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ സാധാരണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കൈയൊക്കെ നല്ലതായിട്ട് സോപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫുഡിൽ ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം അത് ഒരു മെയിൻ റീസൺ ആട്ടോ. അത് മാത്രമല്ല നമ്മുടെ വണ്ടിക്കകത്ത് ഇരുന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ല ഓടിക്കൊണ്ടിരിക്കുമ്പോ. അല്ലെ വണ്ടി നിർത്തണം, വണ്ടി നിർത്തിയിട്ട് ഫീഡ് ചെയ്തിട്ട് പോരണം. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലെത്തണം എന്നുള്ള ഒരു ഇതൊക്കെയാണല്ലോ. അപ്പൊ അങ്ങനത്തെ ചില സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ കമന്റ് ഇട്ട് അത് അങ്ങനെ മോശമായിട്ട് നമ്മൾ പറയുന്നല്ല കേട്ടോ. നിങ്ങളെപ്പോലെ ഒരുപാട് പേര് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവാം. ഓരോ രാജ്യത്തും ഓരോ കൾച്ചർ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പം അവിടുത്തെ ഇതൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ അതിന് അതിൻ്റെതായ റൈറ്റ്സും ഉണ്ടാവും. അതേപോലെ തന്നെ എസക്കുട്ടിനെ ഡേ കെയർ വിടുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ഇവിടെ സാധാരണഗതിയിൽ 10 മാസം തൊട്ട് ആൾക്കാർ വിടും. പ്രത്യേകിച്ച് ഇവിടെ വീട്ടിൽ നോക്കാനും കാര്യങ്ങളൊക്കെ ഗ്രാൻഡ് പേരൻസ് ഉള്ളവരുണ്ട്. അതായത് ഈവൻ ഇവിടുത്തുകാർ ഫിനിഷുകാർ അവർ ചിലപ്പോൾ 2 വയസ്സ് 3 വയസ്സ് കഴിയുമ്പോഴേക്കായിരിക്കും വിടുന്നത്. അന്നേരം ഒരാളായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളെ പോലെ ഉള്ള ഫോറിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു എസക്കുട്ടി ഏറ്റവും താമസിച്ച് എനിക്ക് പോയേക്കുന്നത് 1 ഇയർ കഴിഞ്ഞതിന് ശേഷമാണ് എസക്കുട്ടി പോകാൻ തുടങ്ങിയത്. നമ്മുടെ 4 മക്കളില് ഏറ്റവും ലേറ്റ് ആയിട്ട് ഡേ കെയർ സ്റ്റാർട്ട് ആയേക്കുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ ഡേ കെയറിൽ ബിഗിനിങ് ടൈം മുതൽ പോകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോറിനേഴ്സാണ്, നമ്മുടെ വീട്ടിൽ സംസാരിക്കുന്നത് മലയാളം മാത്രമാണ്. അപ്പം ഇവര് ഈ ഡേ കെയറിൽ പോകുന്ന സമയത്ത് ഇവർ ബിഗിനിങ് ടൈം തൊട്ട് ഇവരുടെ ഫിനിഷ് ലാംഗ്വേജ് ലേൺ ചെയ്യുകയാണ്. അപ്പം ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം ഈ ഫിനിഷുകാരുടെ ഒപ്പമാണ് ഇവർ പഠിക്കുന്നത്. അപ്പം ഇവർ അവരുടെ ഒപ്പം വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എക്സ്ട്രാ കെയറിന് വേണ്ടി പിന്നെ നമ്മൾ വേറെ സ്കൂളിലേക്ക് നമ്മളെ വിടും. പിന്നെ അതോടൊപ്പം തന്നെ വേറെ അഡീഷണൽ ക്ലാസ് കൊടുക്കണം. നമ്മളത് ഫോളോ അപ്പ് ചെയ്തെടുക്കാൻ പാടാണ്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും ആ കറക്റ്റ് ടൈമിൽ ഡേ കെയറിൽ പോകുന്നു. അതിൻ്റെ ഗുണമുണ്ട്. കാരണം ലാംഗ്വേജ് അവർ സ്കൂളിൽ പോകുമ്പോഴേക്കും നന്നായിട്ട് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അതായത് പുറം രാജ്യത്ത് നിന്ന് വരുന്ന നമ്മുടെ കൾച്ചർ ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഇവരുടെ കൾച്ചറുമായിട്ട്. അപ്പം കുഞ്ഞിലേ തൊട്ട് നമ്മുടെ കൂട്ടത്തിൽ മാത്രം നിന്ന് വളർന്നു കഴിയുമ്പോഴേക്കും നമ്മുടെ മാത്രം കൾച്ചർ ആകുമ്പോഴേക്കും ഇവിടുത്തെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇവിടുത്തെ പിള്ളേരുമായിട്ട് ഇടപെടുമ്പോൾ അങ്ങനെ ഒരു കൾച്ചർ ഷോക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ കുഞ്ഞിലേ തൊട്ട് വിടുമ്പം അത് ഇവർക്ക് കുറച്ചുകൂടി ഈസിയാണ്. ഫ്രണ്ട്സിനെ മേക്ക് ചെയ്യാനും അല്ലേ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് കുറച്ച് എളുപ്പമുള്ള പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. എനിക്കിപ്പോൾ ഒരു ഡയലോഗ് ഓർമ്മ വരുന്നത്, നമുക്ക് ഡയലോഗ് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ കഴിക്കാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല, എന്തും ഉണ്ടാക്കണത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിനോട് ഡയലോഗ് എൻ്റെ ഓർമ്മ വന്നത്. അതായത് നമ്മൾ ആ സമയത്ത് അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ? ചുക്ക് മാറ്റമുണ്ടോ ചുക്ക്? എൻ്റെയും ചുക്കിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് ചെറുപയർ മുളപ്പിച്ചായിരുന്നു. ചെറുപയർ മുളപ്പിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചട്ടി കടുക് പൊട്ടിച്ചെടുത്തു. പിന്നെ മുട്ട അല്ലേ, കുറച്ച് എണ്ണ മാത്രമായിട്ട് ചേർത്തു, ക്രഷ്ഡ് ചില്ലി ഇട്ടു. കപ്പിച്ച് ചെറുപയർ ഒത്തിരി കഴിച്ചാൽ കൊള്ളത്തില്ല, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. നല്ല അപ്പോൾ അതിൻ്റെ അകത്ത് ആ ബാക്കി കാണുന്ന ബോക്സിലോട്ടേക്കാണ് സാധനങ്ങളെല്ലാം വാരി ഇട്ടിട്ട് കൊണ്ട് കളയാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ കിടന്ന പട്ടിയ കഷ്ണവും വേസ്റ്റുകളും ആ ഒരു കൊട്ടയിരുന്നതൊക്കെ ഉണ്ടല്ലോ അതെല്ലാം എടുത്ത് ഫുള്ള് കൊണ്ടുപോയി നമ്മൾ ആ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് കളഞ്ഞേ. ഇനിയിപ്പം ഗാർഡൻ നമ്മുടെ ഫ്രീ ആയി, പരിപാടികൾ നമ്മൾ പയ്യെ തുടങ്ങുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് തടിക്കഷ്ണങ്ങളും അതൊക്കെ നമുക്ക് എടുക്കാം അല്ലേ ചെയ്യാം. നമുക്ക് വളമാണല്ലോ, വൈറ്റമിൻ ABCD ഒക്കെ A-Z വരെ ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മളതൊന്നും കളയുന്നില്ല, അതൊക്കെ നമ്മൾ പറക്കി വയ്ക്കും. എന്നിട്ട് കുറച്ച് എനിക്ക് തണുപ്പ്, പിച്ചാന് ചൂട്, പിച്ചാൻ അതുകൊണ്ട് സമ്മറിൻ്റെ കിട്ടും. ഞാൻ ജാക്കറ്റ് ഇതൊക്കെ ഇട്ടിട്ടോ. ഇനിയിപ്പോൾ ഇത് ആക്ച്വലി പറമ്പിപ്പണിക്കുള്ള വാക്കിങ്ങിന് പോകാനുള്ളതും പറമ്പിപ്പണിക്കായിട്ടുള്ള ഒരു ജാക്കറ്റായിട്ട് ഇതിന് നമ്മൾ പ്രൊമോഷൻ കൊടുത്തു ഇന്നത്തോടു കൂടി. ഈ പട്ടിക കഷ്ണങ്ങൾ ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാലേ ചിലപ്പം ഇത്രയും മണ്ണ് നമുക്ക് നിരത്താൻ പറ്റത്തില്ല. കാരണം അറിയാവോ, ഇത്രയും മണ്ണ് നിരത്തണമെങ്കിൽ എത്ര ലോറി മണ്ണ് വേണമെന്ന് അറിയാവോ. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ആ ഷീറ്റ് വിരിക്കണം. ഷീറ്റ് വിരിച്ചിട്ട് ഷീറ്റിന്റെ മുകളിൽ അത് വെച്ചിട്ടാണ് മണ്ണ് ഇടുന്നത്. ഈ സാധനം എല്ലാം നമുക്ക് വാരിയിടാം. ഓക്കെ, കുറച്ച് ഞാൻ വലിക്കണ്ട. ഈ കാണുന്ന സംഭവങ്ങളെല്ലാം ചൊറിയാൻ കടനാട്ടോ. അതായത് ഇത് കണ്ടോ, ഇപ്പൊ ഗ്ലൗസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല.
നമ്മള് ഇതുപോലത്തെ സാധനം നമ്മൾ UK പോയപ്പോ അവിടെ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. നമ്മൾ വിചാരിച്ചു ഇവിടെ മാത്രമേ ഇത് ഉണ്ടായിരുന്നുള്ളതാ. പക്ഷെ അവിടെ അതായത് ലോകത്തിലെല്ലായിടത്തും ചുരങ്ങളുണ്ട്. പക്ഷെ ഇതുപോലത്തെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി കേട്ടോ. പിന്നെ ചിലവര് പറഞ്ഞേക്കാം ഈ സാധനം ചീരയാക്കുന്നല്ലേ. അതായത് ഇങ്ങനെ വെജിറ്റബിൾ മറ്റേ ചീരത്തോരനൊക്കെ ഒഴിക്കില്ലേ, അതുപോലെ ചൊറിയങ്കണ്ണും ചീര വെക്കുന്നത്. ഓ ദൈവമേ, എന്തൊരവസ്ഥയായിരിക്കുന്നത്. ചൊറിഞ്ഞ് നിലം തൊടാതെ എല്ലാ സാധനം നമുക്ക് ഇവിടെ വെക്കാം. അപ്പൊ അന്നേരം ആ സൈഡിൽ നിന്ന് ചൊറിയങ്ങളെ വരയ്ക്കാം. നമുക്ക് ഈ കല്ലെടുത്ത് മുകളിൽ വെക്കാം. താഴെ ഇരിക്കുന്ന കല്ലില്ലേ, എടുത്ത് മുകളിൽ വെക്കാം ഇങ്ങനെ. അപ്പം ഈ താഴെ നിന്നുള്ള ചെടിയുടെ ഐതി ഒരു കാര്യം ചെയ്യാമോ, ആ വിറകിന്റെ കഷ്ണങ്ങളൊക്കെ അവിടെ കിടന്ന് ദ്രവിച്ചതും പിന്നെ ആ ചപ്പൊക്കെ നമ്മൾ വാരി ഇതിന്റെ മേളിലോട്ട് ഇടുക കേട്ടോ. പക്ഷെ ഇത്രയാണോ ചോദിച്ചാൽ ഇതിന് നീളമുള്ളൂ? ഇത്രയാണ് ഇതിന് നീളമുള്ളൂ, അങ്ങോട്ടേക്ക് എത്തി വരില്ലേ? ആ ഹാ ഹാ. അവിടെയാണെങ്കിൽ പുങ്കിന്ന് പറഞ്ഞുള്ള സാധനങ്ങളുണ്ട്, അത് കടിച്ചാ മരിച്ചു പോകും. ഭയങ്കര എന്തോ വൈറസ് ഇത് ഇതാ വേഗം അത് കളഞ്ഞിട്ട് ഫയർ ചെയ്ത് അതിനെ പൊളിച്ച് വലിയ ഗ്രാസിനകത്ത് ഇരിക്കാനുള്ള സാധനങ്ങൾ. മറ്റേ ഇത് ചെള്ളു പോലത്തെ സാധനം, അതായത് അതിനൊരു പേരുണ്ട്. അതായത് പശുവിന്റെ ഒക്കെ മേത്ത് കടിക്കുന്ന ടൈപ്പ് മൂട്ട. അതായത് ഞങ്ങൾ നടന്നുകൊണ്ട് ആ സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നപ്പോ ഒരു വലിയ കുളമുണ്ട്. ആ ടീച്ചറിന് അവിടെ പാമ്പുകളും ഉണ്ടെന്ന്, അവിടെ കുറെ പാമ്പുകളുണ്ട്. സോ ഞങ്ങൾ ഭയങ്കരമായിട്ട് ലൗഡായിട്ട് നടക്കണം. ഫോറസ്റ്റ് കൂടെ നടക്കാനേ പഠിച്ചല്ലേ. സ്കൂൾ നടക്കുന്നതിന് മുമ്പ്, സമ്മർ തുടങ്ങുന്നതിന് മുമ്പ് ഫോറസ്റ്റോടെ നടക്കാനുള്ള ഒരു പ്രാക്ടീസും കഴിഞ്ഞു പിള്ളേർക്ക്. ഞാൻ വീഡിയോസ് ഇച്ചിരി ഇത് ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ അത്ര അതുകൊണ്ടാണ് പാൻറ് ഇങ്ങനെ മറ്റേ അടിയത്തെ ലൂസ് ഫിറ്റ് ടൈറ്റ് ചെയ്ത് വെച്ചോക്കെ സോക്സ് ഇട്ട് മൂടി വെച്ചേക്കുന്നുണ്ടോ? ആക്ച്വലി ഇവിടെ പാമ്പുകളുണ്ട് ഫോറസ്റ്റില്. പിന്നെ വലിയ വിഷമുള്ളതല്ല. എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇത്ര അടുത്ത് വെച്ച് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. കണ്ണു അടിച്ചു പോയി. നമ്മുടെ കുക്കിംഗ് എല്ലാം ഭയങ്കര ക്വിക്കായിട്ട് ഈസി ആയിട്ടുള്ള രീതിയിലായിട്ട് ചെയ്യാറ്. ഇതിപ്പോൾ ഒലിവെണ്ണ ഒഴിച്ച് അതിൻ്റെ അകത്തേക്ക് വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിട്ടു, എന്നിട്ട് കുറച്ച് ടൊമാറ്റോ കട്ട് ചെയ്തിട്ടു. എന്നിട്ട് ഇത് നമ്മുടെ ഫെറ്റാറ്റീസ് ആട്ടോ, ഫെറ്റാറ്റീസ് മേടിക്കാൻ കിട്ടും സാലഡിലിടുന്ന. അപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഒന്നിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട്, ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസം സ്പിനാച്ച് ഇട്ട് ഉണ്ടാക്കി വെച്ച സ്പഗറ്റി ആയിരുന്നു ഇത്. ഇതിൽ മുട്ടയൊക്കെയാണ് നമ്മൾ ചേർത്തേക്കുന്നത്, മിക്സ് മീറ്റ് എല്ലാം കൂടെ ചേർത്താണ്. അപ്പോൾ ഈ സംഭവം നമ്മൾ ഇന്നത് വേറൊരു ഫോമിലാക്കാനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യണു. ഇന്ന് കൊടുക്കാനുള്ള പോർഷൻ ഇന്ന് ആവശ്യത്തിനുള്ളത് മാത്രം ആഡ് ചെയ്യുന്നു. ബാക്കി ഇനി അടുത്ത ദിവസം വേറെ എന്തെങ്കിലും രീതിയിലാക്കി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇന്നലെ ചിക്കൻ ഓഫ്, ഇന്നലെ ഡ്യൂട്ടി അല്ലായിരുന്നോ, അതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് ഉണ്ടാക്കി. പക്ഷെ ഇന്നലെ ചിക്കൻ കൊടുത്തത് പസ്ത കൊടുത്തില്ലേ. പക്ഷെ പിള്ളേര് ഇത് ഫുൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഒരു ഫുള്ള് കഴിക്കത്തില്ല. ഓക്കെ, അതായത് റൈസ് അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ എന്ന് പറയുന്നത് അവർക്ക് സ്ഥിരമായി കഴിഞ്ഞ ഒരു മടുപ്പാണ്. അല്ല, ചോറും കറിയും അവർ കഴിക്കും സ്ഥിരം, ഏതെങ്കിലും ഒരു മീൽ ഒന്നുകിൽ ലഞ്ചായിട്ട് അല്ലെങ്കിൽ ഡിന്നറിന് അവർ കഴിക്കും. പക്ഷെ കുഴപ്പമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനവർക്ക് വൃത്തിയായിട്ട് നല്ല കറികൾ വേണം. ചോറിന്റെ കൂട്ടത്തിൽ ഇപ്പൊ 2-3 കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ചോറ് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെയാണ് നമ്മളെ സംബന്ധിച്ച് എളുപ്പം. ഇങ്ങനെ ക്വിക്കായിട്ട് ഒന്നിച്ചൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. നല്ല കലോറി ഉണ്ട്, ബട്ടർ ചീസ് ഏറ്റവും ഹെവി ആയിട്ട് വരും ഇത്. ഇതിൻ്റെ അകത്ത് ക്രീം ഒഴിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഹെവിയർ ആവും, പിള്ളേർക്ക് നല്ല കാലറി കിട്ടും. ഫുഡ് ക്രീം. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ കുറച്ച് ക്രീം ചേർത്ത് കേട്ടോ. ക്രീം ചേർത്ത് ലിക്വിഡ് ഇങ്ങനെ ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും സെറ്റ് ആയിക്കോളും. ഹോട്ടാണ്, സൂപ്പ് പോലെ ആയിട്ടുണ്ട്. ഊതിയിട്ട് കഴിക്കണേ, നല്ല ചൂട്. ഇച്ചിരി ടേസ്റ്റ് ചെയ്താൽ മതി. ടേസ്റ്റ് ഉണ്ടോ? ഇഷ്ടമായോ? സംഭവം അപ്പം ഈ ചീര റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കണ സമയത്ത് പിള്ളേരുടെ ഉള്ളിലും ചീര ചെല്ലും. കാരണം നമ്മൾ ചപ്പാത്തിയും കറിയും എന്തായാലും അവരിപ്പോൾ കഴിക്കുന്നില്ലല്ലോ. അപ്പം അവർക്കുള്ള സ്പഗറ്റിക്കകത്ത് നമ്മൾ ചീര ആഡ് ചെയ്തു. നമ്മുടെ ചപ്പാത്തിക്കകത്ത് ചീരയുണ്ട്. ഇനി നമ്മുടെ പരിപ്പ് കറി ഇരുന്നതിൻ്റെ അകത്തേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യും, ഈ ചീരക്കട്ടകൾ ഒരു 5-6 ഐസ് ക്യൂബ്സ് അങ്ങ് ഇട്ട് കൊടുക്കും. അന്നേരം നമുക്ക് പിന്നെയും ചീര. അങ്ങനെ ഈ ആഴ്ച മുഴുവൻ നമ്മൾ ചീര ആഴ്ചയാക്കിയാണ്. പരിപ്പ് കറിക്കകത്തേക്ക് നമ്മൾ ചീര ആഡ് ചെയ്യുന്നുള്ള കുറച്ച് എണ്ണയ്ക്കകത്ത് നമ്മൾ കടുക് പൊട്ടിച്ചു കേട്ടോ. അന്ന് പരിപ്പ് കറിക്കകത്ത് നമ്മൾ കടുക് പൊട്ടിച്ചില്ലായിരുന്നു.
അപ്പം വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് തക്കാളിയൊക്കെ ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് അതിലോട്ട് ചീര ഇട്ടു. നമ്മുടെ കറി ഇട്ടിങ്ങനെ മിക്സ് ചെയ്ത് നല്ല രസമുണ്ടല്ലേ കാണാൻ. കഴിക്കുമ്പോൾ രസം ഉണ്ടാവും എനിക്കറിയില്ല. അതുണ്ടാവും. താമസിച്ചേ എന്താ കളി കളിച്ചവിടെ? മറ്റേ ഫസ്റ്റ് വന്നപ്പോ അവനക്കാണെങ്കിൽ ഒറ്റയ്ക്ക് അവനക്ക് കളിച്ചാണ് ഗെയിം. മറ്റേ മൈൻക്രാഫ്റ്റ് സ്കൂളിൽ തന്നെ കിട്ടും കളിച്ചാന്. അതാണെങ്കിൽ നമ്മൾ കളിച്ചോണ്ടിരുന്നു കുറെ നേരം. അങ്ങനത്താണെങ്കിൽ എൻ്റെ മറ്റേ ഫ്രണ്ട് ആണെങ്കിൽ കുറെ നേരം മറ്റേ നോക്കിയതാണ്. ഒരു ഫ്രണ്ട് ഫുട്ബോളിനെ കുറിച്ച് എത്ര ഫുട്ബോൾ ആവണേന് സ്റ്റാർട്ട് ആവണേന്. അപ്പോൾ അത് പറഞ്ഞു മറ്റേ 5 മണിക്കാണ്. സ്കൂൾ എങ്ങനെയായിരുന്നു? എന്താണ് സ്കൂളിൽ എന്തായിരുന്നു ഫുഡ്? എന്നായിരുന്നു ഫുഡ്? മറ്റേ ചാട്ടമാണോ? അങ്ങനെ എസ്കൂട്ടിനെ കൊണ്ട് വന്നു. ജാനുവരിയിൽ നമ്മൾ 8th ഗ്രേഡിന് വേണ്ടി ചില സബ്ജക്റ്റ് ചൂസ് ചെയ്യണമായിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ളത് കുറച്ച് ലീസ്റ്റ് ആയിട്ടുള്ളത്. ബിക്കോസ് ഹോം എക്കണോമിക്സും മ്യൂസിക്കും പിന്നെ തുന്നണ അതുപോലെ സബ്ജക്ട്സ് ഇനി ഒന്നും കണ്ടിന്യൂ ചെയ്തില്ല. അത് ചൂസ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും സബ്ജക്ട് ചൂസ് ചെയ്യണം, ഏറ്റവും ഇഷ്ടമുള്ളത്. ഒത്തിരി ഉണ്ടായിരുന്നു. എന്നിട്ട് 3 എണ്ണം പോവാ, ഇനി വരത്തില്ല ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ. ഞാൻ ജർമ്മൻ ഇട്ടായിരുന്നു. ഇംഗ്ലീഷ് കുറച്ചുകൂടെ ഹാർഡായി പഠിക്കണമെന്നുണ്ടായിരുന്നു. ബേക്കിങ്ങിന്റെ കോഴ്സ് പിന്നെ ഹോം എക്കണോമിക്സ് മറ്റേ കുക്കിങ്ങിന്റെ ഞാൻ ഇട്ടായിരുന്നു. പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആ തുന്നണ മരത്തിന്റെ കാര്യം മാത്രമേ പുതിയതായിട്ട് കിട്ടിയുള്ളൂ. എനിക്കറിയത്തില്ല. അത് ടീച്ചർമാര് എല്ലാവർക്കും നോക്കി ഗ്രൂപ്പ്സ് പെട്ടെന്ന് ഫില്ലാവും. ഒത്തിരി പേർക്ക് വേണ്ട കാര്യങ്ങളൂടെയാ. അപ്പോൾ ആദ്യം എടുക്കുന്ന പേപ്പർസിൽ നിന്ന് അവര് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കും. ഇങ്ങനെ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് സ്ഥലമില്ല അതിനകത്ത്. നെക്സ്റ്റ് ഇയറോടെ പറ്റും. അല്ലേ? ഇന്ന് ഡേ കെയറിലുണ്ടല്ലോ ചേക്ക്. ഫുഡ് കഴിച്ചോണ്ടിരുന്നപ്പോ അവൻ ഉറങ്ങുമായിരുന്നാ. ഫുഡ് കഴിച്ചു നന്നായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു. ഒരു ബിസ്ക്കറ്റ് പീസോ ലാസ്റ്റ് ഇവരെന്തെങ്കിലും കിടന്ന് കാണിക്കണം. ഇപ്പൊ ഈ സമയത്തൊക്കെ ഒരു പരിപാടി കുളി കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ മുടിയൊക്കെ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് എളുപ്പമുണ്ടല്ലോ. ഇപ്പൊ 2 ദിവസം കുളിക്കണ്ട, അതോർത്തിട്ട് തലവാശിയുണ്ടല്ലോ. കുളി നടക്കും, ജിമ്മിൽ പോകുമ്പോൾ ഡെയിലി കുളിക്കണമല്ലോ. പക്ഷെ മുടി വാഷ് ചെയ്യണത് 3 ദിവസം കൂടുമ്പോഴാണ് നല്ലതായിട്ട് വാഷ് ചെയ്യത്തുള്ളൂ. അതായത് എൻ്റെ മുടി ഭയങ്കര അഴുക്കായിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓരോരോ പരിപാടികൾ നോക്കും, പക്ഷെ ഒരു സന്തോഷമില്ലായിരുന്നു, ഒന്നിനും ഒരു റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷെ ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് പറയട്ടെ, മുടി ഭയങ്കര ഡിഫറെൻ്റ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിയുമ്പോഴേക്കും പിന്നെ തന്നെ ഉള്ളൊക്കെ വന്ന പോലെ തോന്നില്ലേ? അല്ലേ? നല്ല നീറ്റായിട്ട് വരുന്ന പോലെ. മുടി വാഷ് ചെയ്യുമ്പോൾ മുടി മുന്നോട്ട് കുനിച്ചിട്ട് വാഷ് ചെയ്യുമ്പം നല്ല നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ആണോ അതെയോ മൾട്ടിവിറ്റമിൻ എടുക്കണതിൻ്റെ ആണോ അതെയോ മറ്റേ ആഴ്ചയിൽ 3 പ്രാവശ്യം മാത്രമായിട്ട് തല കഴുകുന്നത് കൊണ്ടാണോ വന്നപ്പോ ആണെങ്കിൽ എസക്കുട്ടി ഒന്നും കഴിച്ചില്ല. ഇപ്പോഴല്ലേ കഴിക്കുന്നത് അല്ലേ? എസക്കുട്ടിയുടെ ഓൺ ഫോർക്ക് എന്ത് ചെയ്തു? ചിക്കനോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ കഴിക്കുന്ന ഫോർക്ക് കൊടുക്കരുത്. പക്ഷെ അവൻ പ്രാക്ടീസ്ഡ് ആണ് ആക്ച്വലി. അത് തന്നെയല്ല, അവൻ ഇതിലാണോ അവൻ കഴിക്കത്തുള്ളൂ. അവൻ കഴിക്കുന്നുള്ളൂ. നമ്മൾ നോക്കിയാണല്ലോ ഇരിക്കുന്നത്. നല്ലതാണോ ചക്കര? ജോണിക്കുട്ടി ഫുട്ബോൾ കളിക്കാൻ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ജോണിക്കുട്ടി? നല്ലതായിരുന്നോ? നന്നായിട്ട് കളിച്ചു. ഗോൾ അടിച്ചെന്നാ? ഗോൾ അടിച്ച പ്രാക്ടീസ് ഫസ്റ്റ്. എന്നിട്ട് ഗെയിം കളിച്ചു. സമയം ഉണ്ടെങ്കിൽ 2-3 മിനിറ്റ് കളിച്ചു. ഞാൻ കുറച്ച് നേരം ഗോൾ കീപ്പർ വന്നിട്ട് ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ട് വെള്ളപ്പ് മറ്റേ ടീച്ചർ മറ്റേ പങ്കരി മറ്റേ കുറച്ച് ചീത്ത ഫുട്ബോൾ ആൾക്കാരില്ലേ, കുറച്ച് പഠിച്ചാൻ വേണ്ടിയല്ല അവർക്ക് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കും. എന്നിട്ട് നല്ല ആൾക്കാർക്ക് കുറെ. അപ്പോഴാണെങ്കിൽ അവർ പഠിച്ചു. ഇങ്ങനെ ചീത്ത ആൾക്കാരെന്ന് പറയില്ല. ക്യുക്കായിട്ടുള്ളൊരു ഡിന്നറാട്ടോ. ചിക്കൻ കറിയും നമ്മുടെ ഉച്ചക്കലത്തെ ചപ്പാത്തിയും, ഒരു 1.5 ചപ്പാത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം വലിപ്പം ഇച്ചിരി കുറവുള്ള ടൈപ്പിലുള്ള ചപ്പാത്തി എടുത്തത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെജീസും എടുത്തിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ ഡിന്നർ. 7:45.
ആക്ച്വലി 7:30 കഴിക്കണ്ടായിരുന്നു, പിന്നെ ഇതിപ്പോൾ 8 മണിക്കുള്ളിൽ കഴിച്ചു തീരും. എക്സിക്യൂട്ടീവ് ഉറങ്ങി കേട്ടോ, ഒന്ന് ഉറങ്ങിപ്പോയി. അവന് സമയം 8:30 കേട്ടോ. എല്ലാവരും കിടക്കാനുള്ള ശ്രമമാണ്. കുരിശ് വരച്ച് കഴിഞ്ഞിട്ട് കിടക്കാം. അതായത് ഇവര് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഫിൻലൻഡില് ചിലപ്പം ഒരു ഇത് വരും. എന്താണ് മാളു? ഇപ്പോ യങ് ആൾക്കാർ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പാരന്റ്സിന് അത്ര പിള്ളേരെ വേണ്ടല്ലോ. പക്ഷെ ഇവിടുത്തെ പോപ്പുലേഷൻ കൂട്ടാനായിട്ട് വേണ്ടി അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി ഇപ്പൊ ഉണ്ടാവാൻ പോണ കൊച്ചിന് 5,000 euro അവര് ഫണ്ടിനിടും. എന്നിട്ട് 18 ആകുമ്പോ അവർക്ക് അത് എടുക്കാൻ പറ്റും. അങ്ങനെ പിന്നെ വേറൊരു കാര്യം കൂടെ ഒരു സജഷൻ വെച്ചിട്ടുണ്ട്. എന്നറിയാമോ, ഇപ്പൊ നമ്മൾ ഡെലിവറിക്ക് നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്ന ബില്ല് ഓൾമോസ്റ്റ് 500 euro താഴെ വരെ ഉള്ളതാണെങ്കിൽ ഗവൺമെന്റ് പേ ചെയ്യും. ഇപ്പൊ നമ്മളാണ് പേ ചെയ്തോണ്ടിരുന്നത്. അപ്പം ഇത് കൺഫേം ആയിട്ടില്ല. ഇങ്ങനെ ഒരു സജഷൻ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും പോപ്പുലേഷൻ ഒത്തിരി കുറവാണ്. പ്രത്യേകിച്ച് ഫോറിനേഴ്സിന് എല്ലാവർക്കും അത്യാവശ്യം മക്കളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാര് പോപ്പുലേഷൻ വളരെ കുറഞ്ഞതുകൊണ്ട് അല്ലെ, അതിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തോണ്ടിരിക്കുകയാണ്. സ്കൂളില് കഴിഞ്ഞ ദിവസം ഇതിന് പോയില്ലായിരുന്നു മാളു, ഒരു ഇതിന് പോയില്ല, അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ? അതായത് ഇന്നലെ പോയില്ലായിരുന്നു, മറ്റേ അതില് കുറച്ച് ചെറുപ്പക്കാര് പിള്ളേരെ മാളു എന്താണ് സംഭവം? അതായത് ഇനി അടുത്ത ബാച്ചിൽ വരുന്നവർക്ക് വേണ്ടിട്ട് ഗൈഡൻസ് കൊടുക്കാനോ മറ്റേ തുക്യോപ്പിലസ് എന്ന് പറഞ്ഞൊരു കാര്യം. അന്ന് പറഞ്ഞ സ്കൂളില് ഇപ്പോ 8th graders-ഉം 9th graders-ഉം ഇങ്ങനെ പുതിയ പിള്ളേരില്ല. ഈ 6th graders നമ്മൾ സ്കൂളിൽ വരുമ്പോ പുതിയ സ്കൂള് ഒത്തിരി ആൾക്കാര് വലിയ സ്കൂളിൽ കൂടെയാ. അപ്പൊ ഭയങ്കര നെർവസും ഇങ്ങനെ ആരോടും മിണ്ടാതെ ഒരു ടൈപ്പ് പിള്ളേരാവുണ്ടല്ലോ. അപ്പൊ അവരെ ഹെൽപ്പ് ചെയ്യാനും ബുള്ളിങ് ഉള്ള പിള്ളേരും അവരെ ഹെൽപ്പ് ചെയ്യാനും നമ്മൾ അവരുടെ ഫ്രണ്ട്സ് പോലെ ആവാനും വേണ്ടി. എന്നിട്ട് അവരുടെ ക്ലാസ്സിൽ നമുക്ക് ഗെയിംസ് ഒക്കെ സെറ്റപ്പ് ആക്കും. അപ്പൊ അവരുടെ ക്ലാസ് ഒരുമിച്ച് ബോണ്ടിങ് ആവും, ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സ് പോലെ ആവത്തില്ല. അതുപോലെ ആയിട്ട് അത് ഹോസ്റ്റ് ചെയ്യാനുള്ള ടൈപ്പ് ആൾക്കാരാണ് തുക്കാറ്. അതിൻ്റെ അകത്ത് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്കത് കിട്ടിയായിരുന്നു. എന്നിട്ട് ഇന്നലെ ഞങ്ങൾ അതിന് വേണ്ടി പഠിപ്പിക്കുമായിരുന്നു. അവരെ അങ്ങനെ പഠിപ്പിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ പിള്ളേരും ബ്രോക്കൺ ഫാമിലിയുള്ള പിള്ളേരാ. അപ്പൊ ഓഫ് കോഴ്സ് അവർ ഇങ്ങനെ ഡ്രഗ്സ് യൂസ് ചെയ്യണതും ബുള്ളിങ്ങും അതുപോലെ ഇച്ചിരി കൂടുതലാണ്. അവരുടെ ഒപ്പം ഇങ്ങനെ സ്കൂളിൽ സൈക്കോളജിന്റെ ആൾക്കാരില്ല, മറ്റേ പിള്ളേരെ ഹെൽപ്പ് ചെയ്യണ പോലെ അതുപോലെ, പക്ഷെ സ്റ്റുഡന്റ് വെർഷൻ പോലെ. പക്ഷെ അവരെ യൂസ് ചെയ്ത് അവർ ഇൻഫർമേഷൻ എടുക്കണ പോലെ അല്ല. അവർക്ക് വേണമെങ്കിൽ ഹെൽപ്പ് എടുക്കാം, പക്ഷെ ഞങ്ങൾ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഞങ്ങള് ആ സ്ഥലത്ത് പഠിക്കുന്ന ടീച്ചർമാരോട് പിള്ളേർക്ക് പറയാൻ പേടി, അപ്പൊ ഞങ്ങളോട് കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യുമല്ലോ. അതുപോലെ പിന്നെ ആ കാര്യം എന്നിട്ട് നിങ്ങള് ടീച്ചർമാരുടെ അടുത്ത് പറയോ? ഇല്ല, അത് അവര് നമ്മൾക്ക് അവരുടെ ട്രസ്റ്റ് വേണം, നമ്മൾ അവരെ ഇത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അപ്പൊ നിങ്ങൾ എന്ത് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യും? അതായത് ഒരാൾ പറയുവാണ് എനിക്ക് ഇന്ന മോശമായ അനുഭവങ്ങളുണ്ട്, മാളിന്റെ അടുത്ത് ഇൻ കേസ് പറഞ്ഞെന്ന് കൂട്ടിക്കും. അപ്പൊ മാളു എങ്ങനെയായിരിക്കും ആ കുട്ടിയുടെ അടുത്ത് എങ്ങനെ ഹെൽപ്പ് ചെയ്യും? ഒരു സബ്ജക്ട് അറിഞ്ഞായിരിക്കും. അതായത് ഇപ്പൊ ഒരു കൊച്ച് ഒരു സ്മോക്ക് ചെയ്യുന്ന കൊച്ചായിരിക്കാം, സ്റ്റോപ്പ് ചെയ്യാൻ ആഗ്രഹം. ഓക്കെ, അത് പറയുവാണ് ഞാൻ സ്മോക്ക് ചെയ്യും പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ മാളു എന്തായിരിക്കും അതിന് കൊടുക്കുന്ന ഒരു ഉപദേശം? അതായത് എന്താ പറയുക, അതിനെ മാറ്റാൻ വേണ്ടി മാളു കൊടുക്കുന്നത് എന്തായിരിക്കും? ഞാൻ പറഞ്ഞേനെ, അത് സ്റ്റോപ്പ് ചെയ്യാൻ ട്രൈ ചെയ്യണം. പക്ഷെ പാടാണെങ്കിൽ പാരന്റ്സിനോട് പറയാൻ നോക്കണം. പക്ഷെ പറയാൻ പാടാണെങ്കിൽ ട്രസ്റ്റ് ചെയ്യണം, ഒരു അഡൾട്ടിനോട് പറയണം. ആക്ച്വലി ഞങ്ങളോട് അങ്ങനെ പറയത്തില്ല, കൂടുതൽ ബുള്ളിങ് അങ്ങനെ അഡിക്ഷനെ കുറിച്ച് ഞങ്ങളോട് പറയത്തില്ല. അത് സ്കൂൾ നഴ്സിന്റെ ബുള്ളിയാണെങ്കിൽ പറഞ്ഞവരും അത് അവരുടെ കുഴപ്പമാ, നിങ്ങളുടെ കുഴപ്പമല്ല. അവരെ മൈൻഡ് ചെയ്യാതെ പുതിയ ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ നോക്ക്. ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട് ആയിട്ട് ഇപ്പുണ്ട്. അതുപോലെ അങ്ങനെ ഒരു സപ്പോർട്ട്, ഒരു മോറൽ സപ്പോർട്ട്. ഓക്കെ. പിന്നെ ഞങ്ങള് മറ്റേ അവിടെ പഠിക്കാൻ പോയപ്പോഴാണെങ്കിലോ ഞങ്ങള് ബാത്റൂമിൽ കൈ കഴുകാൻ വെയിറ്റ് ചെയ്യുന്നേ. അപ്പൊ ഈ സ്ഥലം എന്നാന്ന് വെച്ചാൽ ഈ ടീനേജേഴ്സിന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം, ഒരു പ്ലേസ് ഇങ്ങനെ നൂറിശത്തളവെന്ന് ഫിനിഷിൽ പറയും. അതിന്റെ മലയാളത്തിൽ പറഞ്ഞത് അതായത് ചില സമയത്ത് അവർക്ക് ഫ്രീ ടൈമിൽ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പോയി അവർക്ക് സമയം സ്പെൻഡ് ചെയ്യാം. ടെക്നിക്കലി അതുപോലെ അവിടുന്ന്. അപ്പോ അവിടെയായിരുന്നു ആ സ്ഥലം. അപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഞാൻ ഒരു ചെറുക്കനെ കണ്ടിട്ട് എന്തോ 16 year old അതാ സ്റ്റെപ്സ് ഇരിക്കുമായിരുന്നു. എന്നിട്ട് ഇങ്ങനെ നെർവസ് ആയിരുന്നു. എന്നിട്ട് എന്തോ ഒരു പാത്രം പോലത്തെ സാധനം എടുത്തു. എന്നിട്ട് ഏതോ പേപ്പർ ഷീറ്റിനകത്ത് എന്തോ ബ്രൗൺ സാധനം എന്തോ റോൾ അപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ അവിടുത്തെ മൂക്കിൽ വലിക്കണ സാധനമാണ്. എന്നിട്ട് അപ്പോഴേക്കും ഡോർ ഒട്ടി അകത്ത് കയറി. സോ അതെന്നാ ചെയ്തതെന്ന് ഞാൻ കണ്ടില്ല. എന്നിട്ട് പുറത്തിറങ്ങി മേളോട്ട് പോയപ്പോഴേക്കും എന്തോ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റേ കണ്ടിട്ട് ഡ്രഗ്സ് പോലത്തെ സാധനങ്ങളായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ളവർ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷെ അവരെ ആൾക്കാർ വരുന്ന സ്ഥലമാണോ? അങ്ങനെയുള്ളവർ വരും.
പല ടൈപ്പാണ് ബ്രോക്കൺ ഫാമിലി ഉള്ള പിള്ളേർ മോസ്റ്റ്ലി അവിടെ അല്ലാതെ നോർമൽ ആയിട്ടാ വരുന്നത്. നോർമൽ ആയിട്ടുള്ളവരങ്ങനെ വരുന്നില്ല. ഹെൽപ്പ് വേണ്ട പിള്ളേരെ അവിടെ വരുള്ളൂ. ബിക്കോസ് അവിടുത്തെ ആൾക്കാർ അങ്ങനത്തെ പിള്ളേരെ ഹെൽപ്പ് ചെയ്യാനുള്ള ആൾക്കാരാണ്. കുറെ സൈനുകളുണ്ട്. ഒരെണ്ണത്തെ എഴുതിച്ചാണത്തെ അണ്ടർ 29 ഇയേഴ്സ് ഓൾറെഡി ഫ്രീ ഡ്രഗ്സും ഫ്രീ ആൽക്കഹോളും. എവിടെ? അവിടെ പുറത്ത് ഒരു കുഞ്ഞു സൈൻ ഉണ്ടാകും. കൊടുക്കത്തില്ലാന്ന് ചെക്ക് പറഞ്ഞ് മനസ്സിലായില്ല. അണ്ടർ 29 ഇയേഴ്സ് ഓൾഡ് ആൾക്കാർക്ക് ഫ്രീ ഡ്രഗ്സും ആൽക്കഹോൾ കിട്ടും. ഒരിക്കലും ഡ്രഗ്സ് ഇവിടെ അലൗഡ് അല്ല, ലീഗലി അലൗഡ് അല്ല. ഓക്കെ, നമ്മള് പോയി എടുത്താ? ഞാൻ കണ്ടില്ല. എനിക്കറിയാതെ മറ്റേ നമ്മളുടെ പള്ളിയിൽ പോണ വഴിയുടെ അടുത്തൊരു ഗ്യാസ് സ്റ്റേഷൻ ഇല്ല, അതിന് മുന്നിൽ ഇങ്ങനെ വഴി പോകുമ്പോഴുള്ള ബിൽഡിംഗ്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് ചക്കി പറഞ്ഞ എത്രമാത്രം സത്യം ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഞാൻ കുറച്ച് ഭാഗം വീഡിയോ എടുത്തു. അപ്പം നമുക്ക് കിടക്കാനുള്ള പരിപാടി നോക്കിയാലോ? ഇന്ന് ആക്ച്വലി ഭയങ്കര എനർജറ്റിക് ദിവസമായിരുന്നു. പക്ഷെ എന്തൊക്കെയോ ഞങ്ങൾ ചെയ്തു അല്ലേ? ഞങ്ങളെ ഇങ്ങനെ ഊറ്റി പിഴിഞ്ഞെടുത്തു. അങ്ങനെയൊന്നുമില്ല. അപ്പൊ അടിപൊളി ദിവസമായിരുന്നു അല്ലേ? അപ്പം നമ്മൾ ചെയ്യണേ. Thank you for watching. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. രസകുട്ടി ഉറങ്ങാം കേട്ടോ.